നിനക്കൊരു ദോഷവും ഭവിക്കുകയില്ല. മെലീത്ത ദ്വീപിൽ പൗലോസ് എത്തുന്ന സമയത്ത് ഒരു അണലി അവൻ്റെ കയ്യിൽ ചുറ്റി. ആ ചുറ്റപ്പെടുന്ന അണലിയെ കണ്ടിട്ട് അവിടെയുള്ള ബർബരന്മാർ പറഞ്ഞൊരു വാക്കാണ്, ഇവൻ വയറ് വീർക്കും, നിലത്ത് വീഴും, പ്രാണൻ വിടും. ആ അണലിയാൽ പൗലോസ് മരണപ്പെടുമെന്ന് അവർ ഉറപ്പ് പറയുമ്പോൾ പൗലോസിനൊരു ദോഷവും ഭവിച്ചില്ല. ഒത്തിരി നേരം അവർ നോക്കി നിന്നു. എന്നിട്ടും പൗലോസ് നിലത്ത് വീഴുകയോ പൗലോസിന് യാതൊരു ദോഷം വരികയോ ചെയ്തില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ശത്രു എന്തൊക്കെ മുൻവിധികൾ നിങ്ങളുടെ മുൻപിൽ ഒരുക്കിയാലും നിങ്ങളെ സൂക്ഷിച്ച്, നിങ്ങളെ പരിപാലിച്ച്, നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. ശത്രുവിൻ്റെ വിധികളെ തിരുത്തി കുറിക്കുന്ന ദിവസങ്ങളാണ്. ശത്രു നിന്നെ ഈ ഭൂമുഖത്ത് കാണിപ്പിക്കത്തില്ല. ഇനി നിന്റെ മുൻപിൽ ഒരു ജീവിതം ഇല്ലെന്ന് ശത്രു വെല്ലുവിളിക്കും. രോഗത്താൽ നീ തകർന്നു പോകുമെന്ന് ശത്രു അവകാശം പറയും. പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല. ഒരു തേജസ്സിൻ്റെ മുഖവുമായി, സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു മുഖവുമായി പൗലോസ് അവിടെ നിന്നതുപോലെ ഈ ദിവസങ്ങളിൽ ആ ദൈവം നിന്നെയും നടത്തുവാൻ ശക്തനാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.